ഈ വർഷം ആദ്യ പകുതിയിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 503 വ്യാജ പാസ്പോർട്ടുകൾ പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചു. തിരിച്ചറിയൽ വ്യാജരേഖ വിദഗ്ധ സംഘമാണ് വ്യാജ പാസ്പോർട്ടുകൾ പിടിച്ചെടുത്തത്. ഇതിൽ 332 പാസ്പോർട്ടുകൾ വ്യാജമായി ഉണ്ടാക്കിയതാണ്. 2 എണ്ണം തിരുത്തുവരുത്തിയതും 169 എണ്ണം ആൾമാറാട്ടം നടത്തിയതുമാണെന്ന് ദുബായിലെ വിദേശകാര്യ താമസ പൊതു ഡയറക്ടറേറ്റിലെ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അൽ മറി അറിയിച്ചു. ശമ്പള കുടിശ്ശിക കിട്ടാതെ ഇന്ത്യയിലേക്കില്ലെന്ന് സൗദി ഓജർ കമ്പനി തൊഴിലാളികൾ. ജിദ്ദയിൽ ലേബർ ക്യാമ്പ് സന്ദർശിച്ച കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗിനെയാണ് തൊഴിലാളികൾ ഇക്കാര്യം അറിയിച്ചത്. മടങ്ങുന്നവർക്ക് സൗജന്യ ടിക്കറ്റും എക്സിറ്റ് വിസയും മന്ത്രി തൊഴിൽ മന്ത്രാലയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകി. വിവരങ്ങളുമായി ജിദ്ദയിൽ നിന്നും അബ്ദുറഹ്മാൻ വണ്ടൂർ ചേരുന്നു. അബ്ദുറഹ്മാൻ, പറയൂ. മാസങ്ങളായി തങ്ങൾക്ക് ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശിക മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കാതെ ഇന്ത്യയിലേക്ക് മടങ്ങാനില്ലെന്ന് സൗദി ഓജർ കമ്പനി തൊഴിലാളികൾ കേന്ദ്രമന്ത്രി വി.കെ. സിംഗിനോട് പറഞ്ഞു. ജിദ്ദയിലെ മലിക് റോഡിൽ 120 മലയാളികൾ ഉൾപ്പെടെ 2000-ഓളം ഇന്ത്യക്കാർ താമസിക്കുന്ന ലേബർ ക്യാമ്പാണ് ഇന്ന് മന്ത്രി സന്ദർശിച്ചത്. മുദ്രാവാക്യ വിളികളോടെയാണ് മന്ത്രിയെ ഉത്തരേന്ത്യക്കാർ തൊഴിലാളികൾ സ്വീകരിച്ചത്. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്ക് സൗജന്യ ടിക്കറ്റും സൗജന്യ എക്സിറ്റ് വിസയും നൽകാമെന്ന് തൊഴിൽ മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടർ അബ്ദുള്ള ബിൻ ഒലയാന്റെ സാന്നിധ്യത്തിൽ മന്ത്രി വ്യക്തമാക്കി. എന്നാൽ 10-20 വർഷം പഴക്കമുള്ള തൊഴിലാളികൾ വെറുതെയോടെ നാട്ടിലേക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ്. 1-2 വർഷം മാത്രം സർവീസുള്ള തൊഴിലാളികൾ മാത്രമാണ് സൗജന്യ ടിക്കറ്റിൽ മടക്കയാത്രയിൽ തയ്യാറായി കോൺസുലേറ്റിന്റെ ഫോർത്തിൽ ഒപ്പിട്ട് കൊടുത്തത്. കേരളത്തിൽ നിന്നുള്ള മന്ത്രി കെ.ടി. ജലീലിന്റെ സന്ദർശനം വളരെ പ്രതീക്ഷയോടെയാണ് തങ്ങൾ കാത്തിരുന്നതെന്നും അദ്ദേഹത്തിന് നയതന്ത്ര പാസ്പോർട്ട് നിശ്ചയിച്ച് ശക്തമായ പ്രതിഷേധമുണ്ടെന്നും ക്യാമ്പിലെ മലയാളി തൊഴിലാളികൾ പറഞ്ഞു. മറ്റ് കമ്പനിയിലേക്ക് ജോലി മാറാൻ താല്പര്യമുള്ളവർക്ക് സൗജന്യ വിസ മാറുന്ന നാട്ടിലേക്ക് പോകുന്നവർക്ക് സൗജന്യ ടിക്കറ്റ് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് കോൺസുലേറ്റ് ഉത്തരവാദിത്വത്തിൽ വാങ്ങിക്കൊടുക്കാമെന്ന് ഉറപ്പ് എന്നിവയാണ് കേന്ദ്രമന്ത്രി നൽകിയത്. എക്സിറ്റിൽ മടങ്ങി പോകുന്നവർക്ക് ഒമാൻ ആരോഗ്യ മന്ത്രാലയം കൂടുതൽ നഴ്സുമാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു. ഡോക്ടർമാരുടെയും മെഡിക്കൽ സാങ്കേതിക വിദഗ്ധരുടെയും ജോലി അരക്ഷിതാവസ്ഥയിലാണ്. 300ഓളം നഴ്സുമാർക്ക് പിരിഞ്ഞുപോകാൻ നൽകിയ 3 മാസ നോട്ടീസിന്റെ കാലാവധി ജൂലൈ 31 അവസാനിച്ചിരുന്നു. ഇതിൽ ഏറെക്കൂറും മലയാളികളാണ്. 10 മുതൽ 25 വർഷം വരെ സർവീസിലുള്ളവരാണ് നടപടിക്ക് ഇരയായവരിൽ കൂടുതലും. പിരിച്ചുവിട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾ കുറയ്ക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചതായും നടപടിക്കിരയായവർ പറയുന്നു. അടുത്ത ഘട്ടത്തിലേക്കുള്ള 250ഓളം നഴ്സുമാരുടെ പട്ടിക ഒരുങ്ങിയതായാണ് അറിയുന്നത്. 2010-ൽ ജോലിയിൽ പ്രവേശിച്ച ജനറൽ പ്രാക്ടീഷണർമാരുടെ വേതനത്തിൽ 200 റിയാലിന്റെ കുറവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ മലയാളികളടക്കം ചില സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ അടക്കമുള്ളവർ തൊഴിൽ സുരക്ഷിതമല്ലാത്തതിനാൽ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടർമാർ പിരിഞ്ഞുപോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഡോക്ടർമാർക്കെതിരായ നടപടി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതായാണ് അറിയുന്നത്. എക്സ്റേ ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തുടങ്ങിയ തസ്തികകളിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോയതായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഒമാൻ. ഷാർജയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അപകട മരണങ്ങൾ കുറഞ്ഞതായി അധികൃതർ. 26.7% കുറവാണ് രേഖപ്പെടുത്തിയത്. ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടപടികളുമാണ് ഇതിന് കാരണം. റോഡുകളിൽ നിരീക്ഷണ ക്യാമറകളുടെ എണ്ണം കൂട്ടിയതും അമിത വേഗക്കാരെയും മുന്നറിയിപ്പില്ലാതെ മറികടക്കുന്നവരെയും പിടികൂടാൻ പ്രത്യേക റഡാറുകൾ സ്ഥാപിച്ചതും അപകടങ്ങളുടെ നിരക്ക് കുറയ്ക്കാൻ സഹായിച്ചു. യാത്രക്കാർ ഗതാഗത നിയമങ്ങൾ തെറ്റിക്കരുതെന്നും ഹൈവേകളിലും ഉൾനാടൻ റോഡുകളിലും അനുവദിച്ച വേഗതയിൽ മാത്രം വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഒമാനിൽ ഗതാഗത ലംഘനങ്ങൾക്ക് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ഗതാഗത നിയമ ഭേദഗതിക്ക് സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അന്തിമ അംഗീകാരം നൽകി. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് കർശന ശിക്ഷയാണ് പുതിയ ഭേദഗതിയിൽ വ്യവസ്ഥ ചെയ്യുന്നതെന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. ഒമാനിൽ നിലവിൽ വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് പിടിക്കപ്പെട്ടാൽ പിഴ മാത്രം നൽകിയാൽ മതി. എന്നാൽ ഭേദഗതി പ്രകാരം പിടിക്കപ്പെടുന്നവർ 300 റിയാൽ പിഴയ്ക്കും 1 മാസം മുതൽ 2 വർഷം വരെ നീളുന്ന തടവിനും അർഹനാണ്. മൊബൈൽ ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങളും അപകട സാധ്യതകളും വിലയിരുത്തിയാകാം തടവിന്റെ ദൈർഘ്യം. 1 മാസത്തിൽ നിന്ന് ഉയർത്തുന്നത് സംബന്ധിച്ച് കോടതി തീരുമാനമെടുക്കുമെന്ന് നിയമവിദഗ്ധർ പറയുന്നു. വാഹനാപകടങ്ങളെ ഇനി ബോധപൂർവമെന്നും അശ്രദ്ധ മൂലവുമെന്ന് വേർതിരിച്ചാകും നടപടികൾ എടുക്കുക. അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടത്തിൽ ഒരാൾക്ക് പരിക്കേൽക്കുന്ന പക്ഷം 2000 റിയാൽ പിഴയും 3 മാസം മുതൽ 1 വർഷം വരെ തടവും ശിക്ഷയായി ലഭിക്കും. പരിക്കിന്റെ ഗുരുതരാവസ്ഥയ്ക്കനുസരിച്ചാകും ജയിൽ ശിക്ഷ എത്ര വേണമെന്നതിൽ തീരുമാനമെടുക്കുക. വാഹനാപകടങ്ങളും ഗതാഗത നിയമലംഘനങ്ങളും രാജ്യത്ത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഗതാഗത നിയമത്തിന്റെ ഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങിയത്. വാഹനാപകടങ്ങളിൽ രാജ്യത്ത് ഒരു ദിവസം ശരാശരി 2 പേർ മരിക്കുന്നുവെന്നാണ് ജൂൺ അവസാനം വരെയുള്ള കണക്കുകൾ പറയുന്നത്.
2100 അപകടങ്ങളിലായി 336 പേരാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മരണസംഖ്യയിൽ 8.4% വർധനമാണ് ഉണ്ടായത്. 55% അപകടങ്ങളും രാത്രിയാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്തായാലും നിയമ ഭേദഗതിയോടെ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങളിലും ഗതാഗത നിയമലംഘനങ്ങളിലും കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, ഒമാൻ. UAE-യിൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് VPN സൈറ്റുകൾ ഉപയോഗിക്കുന്നതിൽ വിലക്കില്ലെന്ന് UAE ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലും മറ്റുമായി ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അധികൃതർ പറഞ്ഞു. VPN സൈറ്റുകൾക്ക് വിലക്കില്ലെങ്കിലും മറ്റേത് സാങ്കേതിക സംവിധാനങ്ങളെയും പോലെ ദുരുപയോഗം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടി കൈക്കൊള്ളുമെന്നും ട്രാ അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ കുടിയേറ്റ രേഖകളില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന 29,000 ഇന്ത്യക്കാരെ മടക്കി അയക്കണമെന്ന് കലാ കുവൈറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച നിവേദനം കലാ കുവൈറ്റ് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സമർപ്പിച്ചു. കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും കേരള സർക്കാരും സംയുക്തമായി മന്ത്രിതല ഉന്നതതല സംഘത്തെ കുവൈറ്റിൽ അയച്ച് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് കലാ കുവൈറ്റ് പ്രസിഡന്റ് ആർ നാഗനാഥൻ ആവശ്യപ്പെട്ടു. ഫാത്തിമ ഗ്രൂപ്പിന്റെ അലൈനിലെ രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റ് അൽ ഖത്താറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫാത്തിമ ഗ്രൂപ്പിന്റെ 30ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് അൽ ഖത്താറയിലേത്. നാഷണൽ കൺസർവേറ്റീവ് കൗൺസിൽ മെമ്പർ ഷെയ്ഖ് മുസല്ലം സാലിം ബിൻ ഹാം അൽ അമേരി ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് ചെയർമാൻ EP മൂസ ഹാജി, MD സുലൈമാൻ ഹാജി എന്നിവർ സംബന്ധിച്ചു. അടുത്ത മാസങ്ങളിൽ UAE-യിലും സൗദിയിലും കേരളത്തിൽ തൃശൂർ ശോഭ സിറ്റിയിലും പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രി KT ജലീൽ സൗദി സന്ദർശിക്കേണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആവശ്യം വേണ്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. സന്ദർശനത്തെക്കുറിച്ചുള്ള വിവാദം തെറ്റിദ്ധാരണ മൂലമാണെന്നും വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ് ദില്ലിയിൽ പറഞ്ഞു. വിദേശകാര്യ വകുപ്പിന്റെ പതിവ് വാർത്താ സമ്മേളനത്തിലാണ് വക്താവ് വികാസ് സ്വരൂപ് KT ജലീൽ വിഷയത്തിൽ പ്രതികരിച്ചത്. നയതന്ത്ര പാസ്പോർട്ട് നൽകണമോ ഇല്ലയോ എന്നതല്ല വിഷയം, സമയമാണ് പ്രശ്നം. നിലവിൽ സൗദിയിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. മന്ത്രി VK സിംഗ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. ഈ സമയത്ത് സംസ്ഥാന മന്ത്രി സൗദി സന്ദർശിക്കേണ്ടതില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. I think there seems to be a misunderstanding. This matter is not about the issue of a diplomatic passport. It is about the timing of a ministerial visit. At this time, the focus of our mission and consulate in Saudi Arabia is on helping the Indian workers who are facing hardship and also on helping the Indian pilgrims who have arrived in the holy city of Mecca for the sacred Hajj pilgrimage. Surely, it cannot be anybody's case that the mission should not pay attention to the requirements of the Indian citizens, including those in distress. സൗദിയിൽ തൊഴിൽ പ്രശ്നം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സന്ദർശിക്കാനും സഹായം നൽകാനും മന്ത്രി KT ജലീലിനെ സൗദിയിലേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. പക്ഷേ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര പാസ്പോർട്ട് അനുവദിക്കാത്തത് വിവാദമായി. ഈ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം സൗദിയിൽ തൊഴിൽ പ്രശ്നം മൂലം കഷ്ടപ്പെടുന്നവർക്ക് നിയമസഹായം നൽകാൻ വിദേശകാര്യ വകുപ്പ് അഭിഭാഷകനെ നിയമിക്കുമെന്നും വക്താവ് അറിയിച്ചു. അവിടെ തന്നെ മറ്റു കമ്പനികളിൽ തൊഴിൽ ലഭ്യമാക്കാനുള്ള സാഹചര്യമൊരുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മന്ത്രി KT ജലീലിന് സൗദി അറേബ്യ സന്ദർശിക്കുന്നതിന് നയതന്ത്ര പാസ്പോർട്ട് നിഷേധിച്ച കേന്ദ്ര സർക്കാർ സമീപനം പ്രതിഷേധാർഹവും ദുരൂഹവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടെടുത്തതെന്ന് അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിർഭാഗ്യകരമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അത് തീർത്തും ദുരൂഹമാണ്. സൗദി അറേബ്യയിലേക്കുള്ള യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്ത കേന്ദ്ര സർക്കാരിന്റെ സമീപനം വേദനിപ്പിക്കുന്നതാണെന്ന് മന്ത്രി KT ജലീൽ. കേന്ദ്ര സർക്കാർ നടപടി ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞ KT ജലീൽ സൗദിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മലയാളി തൊഴിലാളികളെ സഹായിക്കാൻ മറ്റു മാർഗങ്ങൾ തേടുമെന്നും അറിയിച്ചു. സൗദി അറേബ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി തൊഴിലാളികളെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം എത്തിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുമാണ് മന്ത്രി KT ജലീലിനെ സൗദിയിലേക്ക് അയക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇതനുസരിച്ച് മന്ത്രി KT ജലീൽ സൗദിയിലേക്ക് പോകാനുള്ള നയതന്ത്ര വിസയ്ക്ക് അപേക്ഷ നൽകി. പക്ഷേ വിസ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, പൊളിറ്റിക്കൽ ക്ലിയറൻസും നിഷേധിച്ചിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ KT ജലീൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്ത പശ്ചാത്തലത്തിൽ മറ്റു മാർഗങ്ങളിലൂടെ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സഹായിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി KT ജലീൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഗവൺമെന്റ് തന്നെ ഒരു ഡെലിഗേഷനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചത്. ഇതിനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം വേദനിപ്പിക്കുന്നതാണ്.
തീർത്തും ദൗർഭാഗ്യകരമാണ്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഒരുപക്ഷെ കിട്ടിയേക്കാം, പക്ഷെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ യാത്ര നടത്താൻ കഴിയൂ. നിലവിലുള്ള ഓർഡിനറി പാസ്പോർട്ടിൽ നമ്മളൊരു വിസ അടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജിദ്ദയിലേക്ക് പോകാൻ കഴിയില്ല. പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ചതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഒരു കാരണവും പറയുന്നില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജലീലിന് നയതന്ത്ര പാസ്പോർട്ട് നിരസിച്ചതിനെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തിങ്കളാഴ്ച ലോക്സഭയിൽ വിശദീകരണം നൽകും. രാജ്യസഭ പാസാക്കിയ GST ഭരണഘടനാ ഭേദഗതി 8-ാം തീയതി ലോക്സഭ ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. അതേസമയം പാക് സന്ദർശനത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇരുസഭകളിലും പ്രസ്താവന നടത്തി. സൗദി സന്ദർശിക്കാൻ KT ജലീലിന് നയതന്ത്ര പാസ്പോർട്ട് നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടി ഏറെ വിമർശന വിധേയമായിരുന്നു. വിഷയത്തിൽ KC വേണുഗോപാൽ MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ തള്ളി. ശൂന്യവേളയിൽ ഇക്കാര്യം അവതരിപ്പിച്ച MP രാഷ്ട്രീയ കാരണങ്ങളാലാണ് അനുമതി നൽകാത്തതെന്ന് കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് മറുപടി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പാകിസ്ഥാനിലെ സാർക്ക് സമ്മേളനത്തിനെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തി. വേദിയിൽ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് അനുമതി നിഷേധിച്ചതും പാക് വിരുന്ന് ബഹിഷ്കരിച്ചതും രാജ്നാഥ് സ്ഥിരീകരിച്ചു. വിരുന്നിനായല്ല പാകിസ്ഥാനിൽ പോയത്. സാർക്ക് സമ്മേളനത്തിനെത്തിയവരെ വിരുന്നിനു ക്ഷണിച്ച പാക് ആഭ്യന്തരമന്ത്രി അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. തീവ്രവാദം മഹത്വവൽക്കരിക്കപ്പെടേണ്ടതല്ല. ഒരു രാജ്യത്തെ തീവ്രവാദിയെ മറ്റൊരു രാജ്യം രക്തസാക്ഷിയായി കാണുന്നതും അംഗീകരിക്കാനാവില്ല. തീവ്രവാദത്തെയും അതിനെ പിന്താങ്ങുന്ന പ്രസ്ഥാനങ്ങളെയും എതിർക്കണമെന്നതാണ് സർക്കാർ നയം. തീവ്രവാദത്തെ രാജ്യം ഒന്നടങ്കം എതിർക്കുന്നതായി പ്രതിപക്ഷവും വ്യക്തമാക്കി. 2 ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ തീവ്രവാദത്തിന്റെ ഇരകളായി കൊല്ലപ്പെട്ടുവെന്നും കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ഓർമ്മിപ്പിച്ചു. അതേസമയം രാജ്യസഭ പാസാക്കിയ GST ഭരണഘടനാ ഭേദഗതി തിങ്കളാഴ്ച ലോക്സഭ പരിഗണിക്കാൻ തീരുമാനിച്ചു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന നടത്താനുള്ള ഹൈക്കമാൻഡ് നീക്കത്തിൽ കോൺഗ്രസിൽ കലാപം. ആദ്യം പുനഃസംഘടന നടത്താനുള്ള ഹൈക്കമാൻഡ് തീരുമാനത്തിലെ അതൃപ്തി AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാകാൻ താനില്ലെന്ന് ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധി മുൻപാകെ തുറന്നടിച്ചു. അതേസമയം ഗ്രൂപ്പുകൾക്ക് പ്രാധാന്യമില്ലാത്ത സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യമെന്ന് സുധീരനും വ്യക്തമാക്കി. 4 നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി സംഘടനാ തെരഞ്ഞെടുപ്പ്, അതും പുനഃസംഘടന നടത്തിയതിനു ശേഷം മാത്രം. ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനത്തിലെ കടുത്ത അതൃപ്തി AI ഗ്രൂപ്പുകൾ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നിലപാടറിയിച്ച് സുധീരനും രംഗത്തെത്തിയത്. ഗ്രൂപ്പ് അപ്രമാദിത്വം ഒഴിവാക്കി സുധീരന് പിന്തുണ തേടാൻ അവസരമൊരുക്കുന്നതാണ് പുനഃസംഘടനയെന്നാണ് AI ഗ്രൂപ്പുകളുടെ ആരോപണം. അതിനാൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിലും ഈ അമർഷം ഉമ്മൻചാണ്ടി നേരിട്ട് വ്യക്തമാക്കി. പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാകാൻ താനില്ലെന്ന് ഉമ്മൻചാണ്ടി തുറന്നടിച്ചു. AI ഗ്രൂപ്പുകൾ കടുത്ത അതൃപ്തി അറിയിച്ചെങ്കിലും സുധീരന് തന്നെയാണ് പൂർണ്ണ പിന്തുണ എന്നത് അധ്യക്ഷന്റെ വാക്കുകളിലും വ്യക്തം. ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഒഴിവാക്കാൻ തന്നെയാണ് ആദ്യം പുനഃസംഘടനയെന്ന് സുധീരൻ ദില്ലിയിൽ പറഞ്ഞു. ഗ്രൂപ്പുകൾക്ക് അതീതമായി എല്ലാ തരത്തിലും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിപൂർണമായ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യക്ഷമതയുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സംവിധാനമാക്കി അതിനെ പൂർണ്ണമായി രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപായി പുനഃസംഘടന നടത്താനുള്ള ഹൈക്കമാൻഡ് തീരുമാനം പാർട്ടിക്കുള്ളിൽ സുധീരന് അപ്രമാദിത്വം വളർത്താൻ വഴിയൊരുക്കുമെന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. ഇതിനാൽ തന്നെ ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനം വലിയ പൊട്ടിത്തെറികൾക്കാകും കോൺഗ്രസിനുള്ളിൽ ഇനി വഴിവെക്കുക. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. VM സുധീരനെ സംരക്ഷിക്കുന്ന ഹൈക്കമാൻഡ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി K സുധാകരൻ. ഹൈക്കമാൻഡ് പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കുന്നില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. പുനഃസംഘടനയല്ല, തെരഞ്ഞെടുപ്പാണ് ആവശ്യമെന്നും സുധാകരൻ പറഞ്ഞു. പുനഃസംഘടന സംബന്ധിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തൃപ്തരല്ലെന്ന് പറഞ്ഞാണ് K സുധാകരൻ ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത്. ഒപ്പം ഈ അസംതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്ക് വീഴ്ച പറ്റിയ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ നേതാക്കൾക്കെതിരെയും ആഞ്ഞടിച്ചു. പുനഃസംഘടനയല്ല, സംഘടനാ തെരഞ്ഞെടുപ്പാണ് വേണ്ടതെന്നും K സുധാകരൻ പറഞ്ഞു. ഇതിനൊരു താൽക്കാലിക സംവിധാനത്തിനുള്ള പുനഃസംഘടന അതിപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് എടുത്തത് ഞങ്ങൾക്കറിയില്ല. കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരുടെ അഭിലാഷത്തിനനുസരിച്ച ഒരു തീരുമാനമാണെന്ന് അഭിപ്രായം എനിക്കില്ല. ഈ തീരുമാനത്തിൽ ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തിന് അനുസൃതമാണ് തീരുമാനമെന്ന അഭിപ്രായം ഞങ്ങൾക്ക്. പാലക്കാട് വീരേന്ദ്രകുമാറിന്റെ തോൽവി സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരാത്തതിലും K സുധാകരൻ കോൺഗ്രസിനെതിരെ വിമർശനവുമായി വന്നു. കോൺഗ്രസിന്റെ അന്വേഷണ കമ്മീഷനുകൾ പ്രഹസനമായിരുന്നു എന്നായിരുന്നു സുധാകരന്റെ പക്ഷം. വക്കം പുരുഷോത്തമനെ പോലത്തെ ഒരു ഉന്നതരായ നേതാവിനെ വെച്ച് ഉണ്ടാക്കിയ ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട്
ഇതുവരെ ആരും വെളിച്ചം കണ്ടിട്ടില്ല. ഒരുപാട് റിപ്പോർട്ടുകൾ കോൺഗ്രസ് ഉണ്ടാക്കാറുണ്ട്, കമ്മീഷൻ വെക്കാറുണ്ട്, റിപ്പോർട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കാണാറില്ല. കോൺഗ്രസിന്റെ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് പരിഹാസ്യമായി മാറുകയാണ്. കേരള കോൺഗ്രസ് മാണിയുടെയും ജെഡിയുവിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. എന്തു പറഞ്ഞാലും KM മാണിയെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ അസംതൃപ്തി ഈ പാർട്ടിക്ക് ഗുണകരമല്ല, ഈ മുന്നണിക്ക് ഗുണകരമല്ല. ജനതാദളിനും ഉണ്ട് അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ അകത്തും ഒരുപാട് സാങ്കത്യം ഉണ്ടെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഹൈക്കമാൻഡിനെ വിമർശിച്ച കെ സുധാകരന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കാനില്ലെന്ന് VM സുധീരൻ. ഹൈക്കമാൻഡിന്റെ തീരുമാനം എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ 3 മാസത്തിനുള്ളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താമെന്നും സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നമുക്ക് ഒന്നിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. മറ്റൊന്നുകൊണ്ടല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ APCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ മുന്നോട്ട് നീക്കാൻ സാധിക്കുക എന്ന് പറയുന്നതിൽ പരം ഒരു സംതൃപ്തിയും സന്തോഷവുമുള്ള മറ്റൊരു കാര്യമില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും എല്ലാവർക്കും അത് ബാധകമായിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം എല്ലാവരും അനുസരിച്ച് പോകും. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമെന്ന്. കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക ക്യാമ്പ് നാളെ ചരൽക്കുന്നിൽ തുടങ്ങും. UDF വിടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ക്യാമ്പിൽ തീരുമാനമുണ്ടാകും. UDF വിട്ട് പാർട്ടി MLA-മാർ നിയമസഭയിൽ പ്രത്യേകം ബ്ലോക്കായിരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. കേരള കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം നിർണായകമായ ക്യാമ്പായിരിക്കും ചരൽക്കുന്നിലേത്. കേരള കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി മറനീക്കി പരസ്യമായതോടെ കേരള കോൺഗ്രസ് UDF വിടാൻ തന്നെയായിരിക്കും സാധ്യത. എന്നാൽ പാർട്ടി ചെയർമാൻ KM മാണി ഇതുവരെയും ഇക്കാര്യത്തിൽ മൗനം വെടിയാനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ തയ്യാറായിട്ടില്ല. അതേസമയം ബാർ കോഴ കേസിൽ മാണിക്കെതിരെ കേസെടുക്കാൻ കാരണം ചെന്നിത്തലയാണെന്ന രീതിയിൽ പാർട്ടി മാസിക തന്നെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതൊക്കെ തന്നെ വിശദമായി ചരൽക്കുന്നിലെ ക്യാമ്പിൽ ചർച്ച ചെയ്യും. കോൺഗ്രസുമായുള്ള ചില മുന്നണി ബന്ധത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കേരള കോൺഗ്രസിന്റെ ഉന്നതതല നേതാക്കന്മാരുടെ യോഗമാണ്, ക്യാമ്പാണ് നടക്കുന്നത്. ഇവിടെ ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ യുക്തമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കും. NDA-യുമായി ബന്ധപ്പെട്ട അവരുടെ നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിയപ്പോൾ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി അതിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം മാണി പോയാൽ പോയിക്കോട്ടെ, കോൺഗ്രസിനോ UDF-നോ അതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർക്ക്. അതിന്റെ തെളിവാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് CR മഹേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും UDF രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കുതകുന്ന തീരുമാനങ്ങളായിരിക്കും ചരൽക്കുന്നിലെ ക്യാമ്പിൽ നിന്നുണ്ടാവുക എന്ന കാര്യം സുനിശ്ചിതമാണ്. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. മാണി UDF വിടില്ലെന്നാണ് പ്രതീക്ഷയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ചരൽക്കുന്ന് ക്യാമ്പിന് ശേഷം മാണിയുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ മീറ്റിംഗ് തീരുമാനിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മുമ്പേ ചെന്ന് ഫോർമൽ വെക്കാൻ കഴിയില്ലല്ലോ. നാളെ മറ്റന്നാളെ അവരുടെ മീറ്റിംഗ് ആണ്. അവരുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും തീരുമാനം. അതിന് മുമ്പ് ഒരു ഫോർമലി നമ്മൾ വെക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് മുമ്പ് സംസാരിക്കുന്നില്ലല്ലോ. ഒരു പാർട്ടി അതിന്റെ മീറ്റിംഗ് വെച്ചത് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അത് പറ്റൂല, അപ്പം തന്നെ വേണമെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അതുകൊണ്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്, പക്ഷേ അവരുടെ തീരുമാനം ഇതാണ്. അല്ല, ഇപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. തീരുമാനം അവരെന്തെടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റൂലല്ലോ, പറയാൻ പറ്റില്ല. അല്ല, നമ്മളെ പ്രതീക്ഷ എപ്പോഴും ശുഭം അല്ലേ, അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. ഉണ്ട്, നിരന്തര ആശയവിനിമയം നടത്തുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ പറഞ്ഞ മറുപടി ഇതാണ്, പാർട്ടി മീറ്റിംഗ് കഴിയട്ടെ എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറം വിഷയം വിശദീകരിക്കാനുള്ള അധികാര അവകാശം മറ്റു പാർട്ടികൾക്ക് ഇല്ല. പിന്നെ എയർപോർട്ടിന്റെ മുഖ്യമന്ത്രി വിളിച്ച ഒരു മീറ്റിംഗ്. ഹെൽമറ്റ് പരിശോധനയ്ക്കിടെ പോലീസ് യുവാവിനെ മർദ്ദിച്ചതായി പരാതി. തലയ്ക്ക് മുറിവേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുമായി യാത്ര ചെയ്ത കൊല്ലം കടപ്പാക്കട സ്വദേശി സന്തോഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം സന്തോഷിനോടൊപ്പം നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു.